ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലെൻസറായിട്ടും ടോണറായിട്ടും ചർമ്മത്തിൽ ഉപയോഗിക്കാനായിട്ട് വളരെ വിശേഷപ്പെട്ട ഒന്ന് തന്നെയാണ് റോസ് വാട്ടർ എന്നെല്ലാവർക്കും അറിയാം. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും എല്ലാത്തരം സ്കിന്നുകാർക്കും ഒരേപോലെ തന്നെ നല്ല ഗുണം നൽകുന്ന ഒന്നാണ്. ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ട് റോസ് വാട്ടർ നമ്മൾ പല വിധത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 100% പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ നമുക്ക് വീട്ടിലെങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം റോസ് വാട്ടർ തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം. ഇതിന് വേണ്ടത് നമുക്ക് കുറച്ച് റോസാപ്പൂക്കളാണ്. ഞാനിവിടെ 3 റോസാപ്പൂക്കൾ, നല്ല വലിയ റെഡ് കളറിൽ റോസാപ്പൂക്കളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ പൂക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പൂക്കൾ എടുക്കാം കേട്ടോ. ഞാനിവിടെ റോസാപ്പൂക്കൾ അടർത്തി എടുക്കുകയാണ് കേട്ടോ. ഫ്ലവർ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൂക്കൾ നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ എന്ന് മാത്രം. ഇതിൽ അടർത്തിയ ശേഷം ഞാനിതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു പാനിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റോസാപ്പൂവിൻ്റെ ഇതളുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് അല്പം കൂടി ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം, അതായത് പെട്ടെന്ന് ഇതിൻ്റെ സത്തൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാത്രം ഒന്ന് മൂടി വയ്ക്കണം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഇതെടുത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് റോസാപ്പൂക്കളേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കൂടുതലുണ്ടെങ്കിൽ നല്ല റെഡ് കളർ കറക്റ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ റോസാപ്പൂക്കളുടെ എണ്ണം കുറവാണെങ്കിൽ. ഇതിന് നമുക്ക് അരിച്ചെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. ഏകദേശം ഒരു 7 ദിവസം വരെ ഫ്രിഡ്ജിൽ ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് പാക്കുകളിൽ മിക്സ് ചെയ്യാം, അല്ലാതെ റോസ് വാട്ടർ നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റോസ് വാട്ടർ ഉപയോഗിക്കുന്ന വിവിധ രീതികളെക്കുറിച്ചാണ്. ഓയിലി സ്കിന്നുള്ളവർക്കും ഡ്രൈ സ്കിന്നുള്ളവർക്കും അലോവേര ജെൽ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് തുല്യ അളവിൽ റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടും. ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് രാത്രിയിലും പകലും ഒരുപോലെ ഉപയോഗിക്കാം. ഒരു നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കാം. രാവിലെ ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാം. നല്ല ഒരു റിസൾട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. രാത്രിയിൽ ഇത് പുരട്ടിക്കിടന്ന രാവിലെ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്തായിട്ടിരിക്കും. നല്ല ഗ്ലോയിങ് സ്കിന്ന് കിട്ടും. ഇനി മുഖക്കുരുവുള്ള ചർമ്മക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു പാക്കാണ് പറയുന്നത്. ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ധാരാളമുള്ള ഒന്നാണ് ചന്ദനപ്പൊടി, അല്ലെങ്കിൽ സാൻഡൽവുഡ് പൗഡർ. അപ്പോൾ സാൻഡൽവുഡ് പൗഡറും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാം. ഉണങ്ങുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ട്, ബ്രൈറ്റൻ ആവാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത്. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ മുഖക്കുരു ഉള്ള ആൾക്കാർക്ക് നല്ല ഒരു കിടിലൻ പാക്കാണിത്. ഇനി അടുത്തത് പൊതുവേ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, റോസ് വാട്ടർ ചർമ്മത്തിൻ്റെ നിറം വയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ എത്ര നാൾ നമ്മൾ അത് ഉപയോഗിച്ചാലാണ് റിസൾട്ട് കിട്ടുക? ഞാൻ ഇന്ന് പറഞ്ഞ കോമ്പിനേഷൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു മാസം അടുപ്പിച്ച് തന്നെ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഈ പറഞ്ഞ രീതിയിലല്ലാതെ തന്നെ നിങ്ങൾ ഏതെങ്കിലും നല്ല സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്തിട്ട് റോസ് വാട്ടർ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇരട്ടി ഗുണം കിട്ടും. റോസ് വാട്ടറിനെ നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കരുവാളിപ്പൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ ഈ കരുവാളിപ്പ്, ഡാർക്ക് സർക്കിളൊക്കെ മാറാനായിട്ട് നമുക്ക് ഡെയിലി കിടക്കുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്ത് കിടക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ. അപ്പോൾ കണ്ണിനടിയിൽ പുരട്ടിയിട്ട് കിടക്കുക. അതേപോലെ ചുണ്ടുകളിൽ പുരട്ടുന്നത് കറുത്ത ചുണ്ടുകൾ മാറി പിങ്ക് നിറമാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ഹായ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.